വെൽക്കം ടു SK Vlogs 2020. ഇന്ന് നമ്മൾ ഒരു എഗ് പപ്സിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. ചായക്കട സ്റ്റൈൽ എഗ് പപ്സ് നോക്കിയാലോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് പഫ് പേസ്ട്രി ഷീറ്റ് വേണം. ഇത് റെഡി ടു ബേക്ക് പേസ്ട്രി ഷീറ്റ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. ഞാൻ ഇതാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കറി ലീഫ്, പിന്നെ നമുക്കതിലേക്ക് ഒരു 1 ടീസ്പൂൺ പെരിഞ്ചീരകം. നല്ല എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഫസ്റ്റ്. അപ്പം ഞാനത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സ്പൈസിനെസ് കുറച്ച് ഉണ്ടാക്കുന്നത്, കുട്ടികൾക്ക് വേണ്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് സ്പൈസ് കൂടുതലാണെങ്കിൽ അതുപോലെ ഉണ്ടാക്കാം. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കറി ലീഫ് ഇട്ട് കൊടുക്കാം. കറി ലീഫ് നമുക്കൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇടാം. ചില ആൾക്കാർ മല്ലിയിലൊക്കെ ഇടും. നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്താൽ മതി. ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ആവുന്ന പോലെ തോന്നണം. അപ്പോൾ അതിന് പകരമായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇത്തിരി സ്വീറ്റ്നെസ്സും കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഞാൻ സ്പൈസിനെസ് കൂടുതലാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ടേസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഒത്തിരി വെന്ത് കുഴഞ്ഞ് ഭയങ്കരമായിട്ട് ഇതായി പോകണ്ട. കാരണം കുറച്ച് നമ്മൾ പപ്സ് ബേക്ക് ചെയ്യുമ്പോഴും കുറച്ചും കൂടെ അതിനൊരു വേവ് വരും. അപ്പോൾ കുറച്ചൊന്നും ഇതായിട്ടിരിക്കുന്നത് നല്ലത്. ഈ ഒരു പരുവം ഇത് കറക്റ്റാണ്. ഇവിടെ ഒന്ന് ഡ്രൈ ആവട്ടെ. നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കണം. നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഞാൻ കുക്കറിലാണ് എഗ്ഗ് വേവിച്ച് വെച്ചേക്കുന്നത്. അതിന് കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് അതിലേക്ക് നമുക്ക് എത്ര എഗ്ഗ് വേണോ അത്ര ഇട്ടിട്ട് 2 വിസിലടിച്ചാൽ എഗ്ഗ് വേവും. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ട് അതിലേക്ക് നമുക്ക് മുട്ട ചേർത്തിട്ടൊന്ന് ഇളക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മുട്ടയുടെ മുകളിലും കൂടെ മസാല ഒന്ന് പിടിക്കും. ഇനി നമുക്ക് ഇത് പഫ് പേസ്ട്രി ഷീറ്റിലേക്ക് വയ്ക്കുമ്പോൾ നമുക്ക് ഹാഫായിട്ട് മുറിച്ചിട്ട് വയ്ക്കാം. നമ്മൾ പേസ്ട്രി ഷീറ്റ് നമ്മൾ പൊട്ടിച്ചിട്ട് എടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഷീറ്റ് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക്, അല്ലെങ്കിൽ കിച്ചൺ സ്ലബ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. അങ്ങനെ നമുക്ക് പേസ്ട്രി ഷീറ്റ് എടുക്കാം. ഫസ്റ്റ് നമ്മളിത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുറച്ച് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ തലേദിവസം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. ഫ്രോസണായിട്ട് അതേപടി നമ്മളിത് ഇതിലേക്ക് മസാലയൊക്കെ ആക്കി കഴിഞ്ഞാൽ ശരിക്കും ഫ്ലേക്സ് ആയിട്ട് വരില്ല, ഫ്ലഫി ആയിട്ട്. അത് നന്നായിട്ട് ശ്രദ്ധിക്കും. നമ്മൾ ഇതിലേക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ ഇത് തിക്കായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ മൈദപ്പൊടി 2 സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേച്ചിട്ടിൻ്റെ മുകളിലും താഴെ നമ്മളത് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഭയങ്കരമായിട്ട് അമർത്തണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റൻ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് എത്ര പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. നമ്മൾ ഇതുപോലെ 3 ഇതായിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കറക്റ്റായിട്ട് സ്ക്വയർ ആക്കി എടുത്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാം ആക്കിയെടുക്കാം. നമുക്കിതിലേക്ക് മസാല
ആവശ്യത്തിനുള്ള മസാല വെച്ച് ഇതിലേക്ക് ഓരോ ഇത് വെച്ചിട്ട് ഇനി നമുക്കിതിലേക്ക് 4 സൈഡിലേക്കും കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കറക്റ്റായിട്ടൊന്ന് 4 സൈഡൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് എഗ് വാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് ബേക്കായി വരുമ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എഗ്ഗ് കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ മിൽക്ക് വെച്ചിട്ട് നമുക്കത് ചെയ്യാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഓൾറെഡി നമ്മൾ 200 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. ഇനി നമുക്ക് 200 ഡിഗ്രി 20 മിനിറ്റ്സ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ എഗ് പഫ്സ് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചായക്കട സ്റ്റൈലായിട്ടുണ്ട്. സൂപ്പർ. നമ്മുടെ പഫ്സ് ഇപ്പോൾ കൂളിംഗ് റാക്കിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ചൂടാറി കഴിഞ്ഞിട്ട് കഴിക്കണം, അല്ലെങ്കിൽ വായല തൊലിയൊക്കെ പോകും. ഓക്കെ, നല്ല ചായക്കട സ്റ്റൈൽ പഫ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കഴിച്ച് നോക്കിയിട്ട് പറയും. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. കടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫ്ലേക്കിനെസ്സിൻ്റെ ആ ക്രിസ്പിനെസ് കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് അത്ര ഫാസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റിയെടുക്കുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ളത് ഞാൻ എയർ ഫ്രയറിലും കൂടെ വന്ന് ട്രൈ ചെയ്തായിരുന്നു. എയർ ഫ്രയറിലാവുമ്പോൾ നമ്മൾ 200-ൽ ഞാനൊരു 18 മിനിറ്റ്സ് വെച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ 18 മിനിറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ 18 മിനിറ്റ്സിൽ കറക്റ്റ് ബ്രൗൺ ആയിട്ടില്ലെങ്കിൽ കുറച്ച് 2 മിനിറ്റ് കൂടെ വയ്ക്കുക, അല്ലെങ്കിൽ 18 മിനിറ്റ്സിൽ റെഡിയാവും. ഓക്കെ, പക്ഷെ അത് കുറച്ചും കൂടെ നല്ല ക്രിസ്പിയാണ്. നിങ്ങൾക്കത് കഴിച്ച് കാണിക്കാം. അത് കഴിക്കുമ്പോൾ നല്ലൊരു സൗണ്ട് വരുന്നുണ്ട്, നല്ല ക്രിസ്പിയാണ്. അത് ഞാൻ എയർ ഫ്രയറിൽ വെച്ചത് നല്ല ഫ്ലേക്സ് എല്ലാം നല്ല ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് നല്ല ക്രിസ്പിയാണ് കടിച്ചു കഴിയുമ്പോൾ. അപ്പോൾ ഒന്ന് എയർ ഫ്രയറിലും കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.